ED VD മോഡി ഇപ്പോഴത്തെ ഒരു സ്ലോഗൻ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഇതിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം വന്നതും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലാണ്. ED റെയ്ഡ് നടത്തണ്ടെന്നിപ്പോ കേരള സർക്കാരിന് പറയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി ചോദിച്ചത്. അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ വാഹനം തല്ലിപ്പൊളിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹം പൂക്കി മുഖ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങേയറ്റം അരാഷ്ട്രീയമായിട്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ആളെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. അതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ വരാം. ഇത് ആദ്യത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു വാചകം എന്താ വെച്ചാൽ, ഈ ED എന്ന് റെയ്ഡ് നടത്തുന്നതിനെതിരെ നടത്തണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ്. അതിന് നമ്മളാരെങ്കിലും പറഞ്ഞോ മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറയണു? പറഞ്ഞില്ല. മാധ്യമങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറയണു. മുഖ്യമന്ത്രി നടത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികൾ നടത്താതിരിക്കും? അതൊന്നുമില്ല. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചതും മാധ്യമങ്ങൾ ചോദിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ്. ആ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എന്താണ് എന്നാണ് നമുക്ക് പുള്ളിയിൽ നിന്ന് അറിയേണ്ടത്. അത് രാഹുൽ ഗാന്ധി ഇതേവരെ വേണ്ടിയിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി വന്ന് 2 മീറ്റിങ്ങുകളിൽ, ഒന്നിൽ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്താത്തതെന്നും, രണ്ടാമത്തതിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും പറഞ്ഞു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് മറുപടി പറയണം. അതിൽ വളരെ തന്ത്രപരമായ ഒരു കൗശലമാണ് യഥാർത്ഥത്തിൽ VD സതീശൻ കാണിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമായി തീർന്നു ആ സമയത്ത്. മനസ്സിലായി? കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം. അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം. അതിൽ CPM-ന്റെ നിലപാടെന്ത് എന്നറിയാനാണ്. മനസ്സിലായി? അതല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായി എന്ന് പറയുമ്പോഴത്തേക്കും പിണറായി വിജയൻ ഇവിടെ നിന്ന് നേരെ ബസ് പിടിച്ചോ അല്ലെങ്കിൽ ലോറി കയറിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ടോ ED-യെ തടയണോ എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ. പകരം അതെന്താണ്, അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് പുള്ളി പറയാതെ പുള്ളി പറയുന്നത് ഞങ്ങൾ, പിന്നെ ഇടക്കൂടി പുള്ളി നൈസായിട്ടൊരു കാര്യം ചോദിച്ചു, ഞങ്ങൾ കൂടി ഉന്നയിച്ച ആരോപണമല്ലേ, അപ്പൊ ഞങ്ങൾ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത്.